അതിഥി തൊഴിലാളികൾ ധാരാളമുള്ളൊരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മൾ ഇലക്ഷൻ ചൂടിലാണല്ലേ. നമ്മുടെ അതിഥികളായിട്ട് നമ്മുടെ നാട്ടിൽ വന്ന ആളുകൾക്കും നമ്മുടെ നാട്ടിലെ ഇലക്ഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുമാത്രമല്ല അവരുടെ ഇലക്ഷനെ പറ്റി നമുക്ക് അറിയാനുമുണ്ട്. നമുക്ക് ഒരാളെ പരിചയപ്പെടാം. വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള മഞ്ജു ചേച്ചി. ഹായ്. ഹായ്. എങ്ങനെയുണ്ട് കേരളത്തിൽ വന്നിട്ട്? വളരെ ഇഷ്ടമാണ്. ഏകദേശം എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട്? 20 വർഷമായി. 20 വർഷമായി വന്നിട്ട്. നാട്ടിൽ പോവാറുണ്ടോ? എല്ലാ കൊല്ലത്തിലും പോവാറുണ്ട്. ഇപ്പൊ ഇവിടെ ഇലക്ഷൻ ആണല്ലോ. ഏകദേശം 20 വർഷമായി കേരളത്തിൽ വന്നിട്ട്. അപ്പം ഏകദേശം ഒരു 3-4 ഇലക്ഷനുകൾ കണ്ടിട്ടുണ്ട്. എന്താണ് കേരളത്തിലെ ഇലക്ഷനും ബംഗാളിലെ ഇലക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ സാമ്യം? എല്ലായിടത്തും ഇലക്ഷൻ ഒരേപോലെയൊക്കെ ആയിരിക്കും. എന്തെങ്കിലും ഒരു വ്യത്യാസം എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എന്താണ് ഇലക്ഷൻ വരുമ്പോഴേക്കും നമ്മളിപ്പോ ഇവിടെ ഇലക്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മള് വേണ്ട വെച്ചു നാട്ടില് പോകാൻ, അവിടെ ഇലക്ഷൻ കൊടുക്കാൻ വേണ്ടി. ഓ, ചേച്ചിക്ക് ഇവിടെ ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള ഇതുണ്ടായിരുന്നു, പക്ഷെ നമ്മളെ ക്യാൻസലാക്കി. നമ്മുടെ നാട്ടില് ചെയ്യണല്ലോ. അപ്പോ അങ്ങോട്ട് പോകണം ചിലപ്പോ മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴേ. അപ്പം ഇവിടെ വോട്ട് ചെയ്ത സമയത്ത് ആർക്കായിരുന്നു വോട്ട് ചെയ്തത്? നമ്മള് കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസിനാണ് വോട്ട് ചെയ്തത്. ഓക്കെ, അതാണ് നമുക്ക് അങ്ങനെ ഈ വോട്ട് ഐ.ടി. കാർഡൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പൊ അവരുണ്ടാക്കി തന്നോണ്ട് അവർക്ക് വോട്ട് ചെയ്തു. അപ്പൊ കേരളത്തിൽ ഇപ്പം ഇത്രയും വർഷമായല്ലോ, കേരളത്തിലൊരു ഭരണത്തെ പറ്റിയിട്ടൊക്കെ എന്താ ഒരു അഭിപ്രായം? ലൈക് നല്ല ഭരണമാണോ? എങ്ങനെ? നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേരളത്തില്. നമ്മൾ ഇവിടെ വന്നിട്ട് പിള്ളേരൊക്കെ പഠിച്ചു വലുതായി. അപ്പൊ ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പൊ ഒരു വനിതാ മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു സ്ഥലമാണ് നിങ്ങളുടെ വെസ്റ്റ് ബംഗാള്, മമതാ ബാനർജി. അപ്പം എന്താണ് മമതാ ബാനർജിയുടെ ഭരണം തന്നെ അവിടെ തുടരണം എന്നാണോ ആഗ്രഹം? അത് വേറെ ആരെങ്കിലും വരണം എന്നാണോ ആഗ്രഹം? എങ്ങനെയാണ് അവിടുത്തെ ഒരു ഭരണമൊക്കെ എങ്ങനെ തോന്നുന്നേ? അവിടുത്തെ ആൾക്കാർക്ക് ഇത് തന്നെ മതി, മമതാ ബാനർജി. പക്ഷെ നമ്മളെല്ലാരും വിചാരിക്കും വേറെ ഒരു പാർട്ടി അങ്ങനെ വരുമ്പോക്ക് ഇതിന്റെ നല്ലതായിരിക്കും അങ്ങനെ വിചാരിക്കണേ. പിന്നത്തെ കാര്യം അറിയില്ലല്ലോ. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രത്യേകമായി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇന്നൊരു കാര്യം ഗവൺമെന്റ് നേരിട്ട് കണ്ട് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇത് ചെയ്താൽ നല്ലതായിരിക്കും തോന്നുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടോ? അങ്ങനത്തെ കാര്യങ്ങൾ എനിക്കൊന്നും അറിയില്ല. റോഡ് നന്നാക്കണമെന്നോ? അങ്ങനെ ഇലക്ഷൻ ഒക്കെ വരുമ്പോ ചില ആൾക്കാർ അങ്ങനെ ചെയ്യൂ. ചെറിയ ചെറിയ റോഡുകളെ വീട്ടിലകത്ത് അങ്ങനെ അത്യാവശ്യ സാധനങ്ങളെ ചെയ്യും, ചെയ്യാറുണ്ട്. പിന്നെ മമതാ ബാനർജി ഇപ്പൊ എല്ലാവർക്കും വേണ്ടി അവിടെ നാട്ടിലെ എല്ലാ പിള്ളേർക്ക് +2 കഴിഞ്ഞ പിള്ളേരില്ലേ, അവർക്ക് ഇപ്പൊ മാസം മാസം കാശ് കൊടുക്കും. മോദിജില്ല, അത് മമതാ ബാനർജി. അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര അങ്ങനെ പിടിച്ച് നിൽക്കുമല്ലോ. ആൾക്കാരെ വിചാരികളെ മമത ദീദി നല്ലതായിരിക്കും എന്നാ തോന്നുന്നത്. നാട്ടിലെങ്ങനെ BJP വേറെ പാർട്ടികളൊക്കെ എങ്ങനെ ശക്തിയുള്ള പാർട്ടികളാണോ? അത് എനിക്കറിയില്ല. BJP വരാൻ ചാൻസ് കുറവാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആണ്. അത്രയ്ക്ക് സ്ട്രോങ് ഉണ്ട് അവിടെ. അപ്പം കേരളത്തില് ഇപ്പം BJP, LDF-ഉം UDF ഒക്കെ മത്സരിക്കുന്നുണ്ട്. ഇവരുടെ നേതാക്കളോട് എന്താ പറയാനുള്ളത്? അത് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയാം, അത്രേ ഉള്ളൂ. ഇവിടെ ആരാ മത്സരിക്കുന്നതെന്ന് അറിയോ ചേച്ചിക്ക്? ഇല്ല, അറിയത്തില്ല. പേരറിയത്തില്ല. ഓക്കെ, വോട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ആർക്കായിരിക്കും ചെയ്യുക? കേരളത്തിൽ വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ? ഇപ്പൊ ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയില്ല. അത് ആ സമയത്തിലൊരു ഓക്കെ. ഇപ്പൊ നമുക്ക് ഒന്നും അറിയില്ലല്ലോ. ആ സമയത്തിലേക്ക് നമുക്ക് അറിയാം ആർക്ക് കൊടുക്കണേ. അങ്ങനെ അപ്പൊ ഇഷ്ടമാണ് കേരളം? കേരളം വളരെ ഇഷ്ടം. നമ്മളെ ഇവിടെ തന്നെ സെറ്റിൽ ആവാൻ അങ്ങനെ നോക്കണം. നാട്ടിൽ പോകാൻ കുറവാ. ഇവിടെ തന്നെ സെറ്റ് പിള്ളേർക്ക് പഠിപ്പിച്ചിട്ട് ജോലി മേടിക്കാനൊരു ഉദ്ദേശമുണ്ട്. ബംഗാളിലെയും നമ്മുടെ കേരളത്തിലെയും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാവുന്ന പോലെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇലക്ഷന് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ആണ് ചേച്ചി പറയുന്നത്. നമുക്കും കാത്തിരുന്ന് കാണാം എന്തായിരിക്കും കേരളത്തിലെ ഇലക്ഷന്റെ റിസൾട്ട് എന്ന്.